പ്രതികൂല കാലാവസ്ഥയിലും ഷിരൂരിൽ തിരച്ചിൽ തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിലിൽ കാണാതായ ഗ്യാസ് ടാങ്കറിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തി. ടയറിന്റെ മഡ്ഗാർഡ് അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീനാഥ് ഷിരൂരിൽ നിന്ന് കൂടുതലുകളുമായി. ശ്രീനാഥ്, ഈ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണെന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മഡ്ഗാർഡ് അല്ലാതെ മറ്റെന്തെങ്കിലും ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്? ഈ കോൺടാക്ട് പോയിന്റ് 1 തന്നെയാണോ ഇപ്പോഴത്തെയും തിരച്ചിൽ? ശ്രീനാഥിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുകയാണ് ദൗത്യ സംഘം. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ മഡ്ഗാർഡ് ലഭിച്ചു എന്ന് പറയുന്നു. അത് അർജുന്റെ വാഹനത്തിന് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ തിരച്ചിൽ അത് ഏത് രീതിയിലാണ്? പ്രതികൂല കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, അപകടത്തിൽ അർജുന്റെ ലോറിയോടൊപ്പം കാണാതായ ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ മഡ്ഗാർഡാണ് കണ്ടത്. എന്നാൽ അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇന്നത്തെ തെരച്ചിലിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ തെരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നുണ്ട്. വെളിച്ചം അല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജർ കമ്പനിയുടെ ഒരു സംഘം ഡൈവർമാർ ഒരു വശത്ത് ഡൈവിംഗ് ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചത് കാലാവസ്ഥ ഒരല്പം ഇന്ന് മോശമാകുന്നതാണ്. കാലാവസ്ഥ പ്രവചനങ്ങളും ആ തരത്തിലായിരുന്നു. ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ ആകെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിരാവിലെ കുറച്ച് മഴ പെയ്തത് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് പകൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തെരച്ചിലിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി സമയം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇവിടെ നടന്നതും. 2 പോയിന്റുകളിൽ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടത്തിയത്. അതിൽ ഉച്ചവരെ തെരഞ്ഞിട്ടും ഒരു ഭാഗത്ത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് പോയിന്റ് 4 എത്തിയപ്പോഴാണ് ഒരു ക്രാഷ് ഗാർഡ്, ഒരു മഡ് ഗാർഡ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. അത് പക്ഷേ അർജുന്റെ ലോറിയുടേതല്ല, മറ്റൊരു ടാങ്കർ ലോറിയുടേതാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ നേരം കൂടി ഈ തെരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കും. ഇന്ന് അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയാത്തത് വലിയ നിരാശയാണ്. പക്ഷേ നാളെയും തെരച്ചിൽ ഇതേ രീതിയിൽ തന്നെ തുടരും എന്നതാണ് മനസ്സിലാക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ മാർക്ക് ചെയ്ത മേഖലകളിലേക്കാണ് ഈ ദിവസങ്ങളിൽ തെരച്ചിൽ കാര്യമായി കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നാളെയും ആ മേഖലകളിൽ ഒരു വട്ടം കൂടി, കഴിഞ്ഞ ദിവസം തെരഞ്ഞ മേഖലകളിൽ ഒരു വട്ടം കൂടി തെരച്ചിൽ നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കുറച്ചധികം വസ്തുക്കൾ അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചില വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ പ്രതീക്ഷ ഇന്ന് നൽകിയതാണ്. ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിന്നിട്ട് പോലും തെരച്ചിലിൽ കാര്യമായ ഒരു പുരോഗതി ആ തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു അല്പം നിരാശാജനകമായിട്ടുള്ളത്. ഏതായാലും അല്പസമയം കൂടി തെരച്ചിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. നാളെയും രാവിലെ തന്നെ തെരച്ചിൽ നടത്തും. ഇപ്പോൾ മാനം ഒരല്പം ഇരുണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ ഈ നദി, ഗംഗാവലി പുഴ വലിയ തോതിൽ നിറഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യം, രാവിലെ കനത്ത മഴയുണ്ടായാൽ ഇന്ന് രാവിലെ കണ്ടതുപോലെ ഒരു അല്പസമയത്തേക്ക് ഡ്രഡ്ജിംഗ് നിർത്തിവെക്കേണ്ടതടക്കം പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലേർട്ട് നാളെയും ഉത്തര കന്നഡ ജില്ലയിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കാലാവസ്ഥ കൂടി ഇന്നത്തെ തരത്തിൽ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ നാളെയും കാര്യമായി തെരച്ചിൽ നടത്താൻ കഴിയും. പ്രതീക്ഷാ നിർഭരമായ എന്തെങ്കിലും വസ്തുക്കൾ അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഈ തെരച്ചിലിന്, ഡ്രഡ്ജിങ്ങിനൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. പ്രജിൻ, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് ഷിരൂരിൽ നിന്നും തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത്.